ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ആരോ ഇട്ട് കണ്ടു. ഓ ആക്ച്വലി ആരോ ഇങ്ങനെ പ്രൈസ് ചെയ്തിടുവാണോ, ഷീ ആക്ച്വലി ബോട്ട് ഇറ്റ് 30 കുഡോസ്. അപ്പോൾ ആരോ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്, അവൾ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്, വേറെ ഒരു ചിലവും ഇല്ലല്ലോ, അപ്പോൾ ഇങ്ങനെ എന്തും ആവാമല്ലോ. അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ട്, എനിക്കൊരു 21 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആക്റ്റീവ് ഏർണിംഗ് മെമ്പറാണ്. പക്ഷെ ഒരുപാട് പേർക്ക് ഒരു തോട്ട് ഉണ്ട്, അവരവരുടെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലല്ലേ, അപ്പോൾ അവർ ഉണ്ടാക്കുന്ന കാശെല്ലാം അക്കൗണ്ടിൽ ഇടുക, നമുക്ക് ഡ്രസ്സ് വാങ്ങുക, നമുക്ക് കാർ വാങ്ങുക. പക്ഷെ ആക്ച്വലി അതല്ല ഈ റിയാലിറ്റി നമ്മൾ പോയി ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ആക്ച്വലി നമ്മളെല്ലാവരും നമ്മൾ ഇപ്പം എനിക്കൊരു 21 ഇയേഴ്സ് ആയപ്പോൾ തൊട്ട് ആരും എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് ആരും എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. കംപ്ലീറ്റ്ലി എൻ്റെ എല്ലാ എക്സ്പെൻസും എൻ്റെ എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ മേടിച്ചിട്ടുള്ളത്. എനിക്ക് വേണ്ടി ആരും മേടിച്ചു തന്നിട്ടില്ല. എൻ്റെ വീട്ടിലത്തെ ചിലവിനും ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സോ വി ആർ ഓൾ ആക്റ്റീവ്ലി എന്താ പറയുക കോൺട്രിബ്യൂട്ടിങ് ടു ദ ഹൗസ് എക്സ്പെൻസസ് ഫോർ സോ മെനി ഇയേഴ്സ്. അപ്പം അങ്ങനെ ഒരു ഇത് ഞാൻ കേൾക്കാറുണ്ട്, ഇവർക്കൊക്കെ എന്തും ആവാലോ, അച്ഛൻ്റെ അമ്മയുടെ ചെലവിൽ ജീവിക്കുന്നവരില്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എന്തെങ്കിലും എപ്പോഴെങ്കിലും ഇതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? ഏയ്യോ ഇതൊക്കെ ചീപ്പല്ലേ റിപ്ലൈ കൊടുത്താൽ. ചിലടത്ത് റിപ്ലൈ വേറെ എന്തെങ്കിലും ശരിക്കും റിപ്ലൈ കൊടുക്കാൻ തോന്നുന്ന കോമഡി കമന്റ് ഒക്കെ കാണുമ്പോൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഇപ്പം ആളുകൾ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്നത് വീട്ടിലെ ഈ ആളെയാണ്. മസ്റ്റ് ബി ഇഷാനി. ആക്ച്വലി ഇഷാനിക്ക് ഭയങ്കര ജാടയാണ്. അതെനിക്ക് തോന്നുന്നു ഇഷാനി പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചിലപ്പോൾ ആൾക്കാർക്ക് വരാറുണ്ട്. ദാറ്റ്സ് ക്വൈറ്റ് സാഡ്. കാരണം ഇപ്പോൾ ഒരാളൊരു ഇഷാനി അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് അല്ല, പക്ഷെ പെട്ടെന്ന് പുറത്തു പോയാൽ തുള്ളിച്ചാടി കയറി സംസാരിക്കുന്ന ഒരാളല്ല. ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി അങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഓക്കെയാണ്. ഐ ലൈക്ക് മേക്കിംഗ് കോൺവെർസേഷൻസ്. ഇഷാനി അങ്ങനല്ല, ഇഷാനി അത്ര കംഫർട്ടബിൾ അല്ല. ആൻഡ് ഐ തിങ്ക് ഒരുപാട് പേര് അങ്ങനെയാണ്. അപ്പം അത് കാരണം ഇഷാനിക്ക് ഒരു ജാഡ ടൈപ്പ് ആണ് എന്ന് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ തോന്നാറുണ്ട്.